വെൽക്കം ബാക്ക്. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ തൂലിക എടുത്ത് എഴുതി പിടിപ്പിച്ചൊരു കഥ. വർഷങ്ങൾക്ക് ശേഷം ആക്ടേഴ്സ് പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ. ആക്ച്വലി ബേസിക്കലി ധ്യാൻ ശ്രീനിവാസന്റെ പടമാണ്. ആളാണ് ഇതിലെ മെയിൻ ലീഡർ ക്യാരക്ടർ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു സ്ലോ പേസ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഉന്തി കയറ്റി തള്ളി പറയണ എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടൊന്നുമില്ല, എന്നാൽ പോസിറ്റീവും ഇല്ല. ഒരു നോർമൽ മൂവി, ഒരു സാധാ മൂവി, ഒരു മൾട്ടി കാസ്റ്റ് ഉള്ള ഒരു ഇത്രയും എന്തോരം കാസ്റ്റാ, എന്തോരം ആൾക്കാരെ അതിനകത്ത്, എന്തോരം നടന്മാരാ, ഇത്രയും വലിയൊരു ക്രൂ കിട്ടിയിട്ട്, അത്രയും വലിയ കാസ്റ്റ് ലൈനപ്പ്. എന്നിട്ടൊരു സിമ്പിൾ പടത്ത് വെച്ചേക്കുക. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് എല്ലാവരും പ്രായം ചെന്ന അപ്പൂപ്പന്മാരായിട്ട് അഭിനയിക്കുന്ന പടം. എനിക്ക് ഇത് പോരായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യണം. ആൾക്കാർ പറഞ്ഞ അത്ര വലിയ ആന ചേന ചേമ്പൊന്നും ഇല്ല അതിനകത്ത്. ഒരു പീസ്ഫുൾ, ഒരു ഗുഡ് മൂവി. ധ്യാൻ ഭയങ്കര സർട്ടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഈ അടുത്തിടയ്ക്കൊന്നും ധ്യാൻ ഇത്രയും സർട്ടലായിട്ട് അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇത്രയും ഒരു നീറ്റായിട്ട് അഭിനയിക്കണ, അല്ലെങ്കിൽ ധ്യാൻ്റെ കുറേ അലമ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ നീറ്റായിട്ട് അഭിനയിച്ച പടം. പ്രണവ് ആളുടെ റിയൽ ലൈഫ് പോലെ തന്നെയാണ്. പടത്തിൽ ഇടയ്ക്ക് വരും, ഒറ്റ പോക്ക് പോവും, എങ്ങോട്ടും മുങ്ങും, പിന്നെ ഇടയ്ക്ക് വരും, പിന്നെ ഒറ്റ മുങ്ങിൽ മുങ്ങും. അങ്ങനെയാണ് പടത്തിലും. എനിക്കൊണ്ട് ധ്യാനാണ് മെയിൻ ടൈറ്റിൽ ലീഡായതുകൊണ്ട് ആ ഒരു ഇത് പോന്നേക്കണത്, പാറ്റേൺ പിടിച്ചാണത്. പിന്നെ ഉള്ളത് ആസിഫ് അലി ഉണ്ട്. പിന്നെ നമ്മുടെ പറയാനായിട്ട് മച്ചാൻ, മെഗാസ്റ്റാർ, മമ്മൂട്ടിയിലട്ടാ സിനിമയിലെ മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ നിതിൻ മോളി. ഈ എൻ്റെ പൊന്നു മോനെ, പുള്ളി വന്നതിന് ശേഷമാണ് പടത്തിനൊരു ജീവൻ വെച്ചത്. പുള്ളിയുടെ കുറച്ചും കൂടി പുള്ളിയുടെ ഒരു സ്പേസ് വേണമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം പുള്ളി വന്നപ്പോൾ പടത്തിന്റെ ഇങ്ങനെ സ്ലോ പേസിൽ പോയിക്കൊണ്ടിരുന്ന പടം ഒരൊറ്റ ഹൈപ്പിലേക്ക് കയറി, പിന്നെ ആ ഒരു ലെവലിലാണ് പോണത്. പുള്ളിയുടെ ഇമ്പാക്റ്റ് പടത്തിന് ഭയങ്കര വലുതാണ്. അജു വർഗീസ് ആള് സീരിയസ് റോള് പിടിച്ച് കോമഡി റോള് വരുമ്പോഴും ആ ഒരു സീരിയസിന്റെ ഒരു നിഴൽ അതിനകത്ത് കാണുന്നുണ്ട് ആൾക്ക്. ഇപ്പോഴും സ്റ്റിൽ അവൻ്റെ ഒരു സീരിയസിന്റെ ഒരു നിഴല് പുള്ളിയുടെ മുഖത്ത് കാണുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അജു വർഗീസ് കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും നല്ല മീൻസ് ഡയറക്ഷൻ പക്കയാണ്, എല്ലാം ഓക്കെയാണ്. ഡയറക്ഷൻ ഓക്കെ, മ്യൂസിക് അതിനകത്തൊരു മെലഡി ഉണ്ട്, ഒരു തമിഴ് പാട്ടുണ്ട്, അത് ഭയങ്കര സിംഗാ പാട്ടില്ല. അതാണ് ആ പടത്തിന്റെ സോളായിട്ട് നിൽക്കുന്ന പാട്ട്. മറ്റേ സ്റ്റെം എന്നൊക്കെ പറയില്ലേ ഒരു ഇന്റർവ്യൂല്, അത് ആ പാട്ടാണ് സോളായിട്ട് നിൽക്കുന്നത്. ആ പാട്ടാണ് എല്ലാത്തിലെയും ട്രാക്ക് പിടിച്ചത്. പിന്നെ ഇത് കോടമ്പാക്കം ഒരു സിനിമ സ്റ്റോറിയാണ്. ട്രൂ ഫ്രണ്ട്സിന്റെ അവരുടെ ഉള്ളിലുള്ള ഡെപ്ത്, അവരുടെ സ്നേഹം, അവരുടെ ആ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറിയാണ്. വേറെ ഒന്നുമില്ല അതിനകത്ത്. കല്യാണ പ്രിയസിനൊക്കെ റോളൊന്നുമില്ല വലിയ കാര്യമായിട്ട്. ഒരു ചെറിയ സെക്കൻഡ് ഹാഫ്, ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് റോളുണ്ട്, സെക്കൻഡ് ഹാഫിൽ കുറച്ച് റോളുണ്ട്. ഓൾമോസ്റ്റ് ധ്യാന്റെ വിളയാട്ടമാണ് പടത്തിൽ. വിളയാട്ടമെന്നല്ല, ധ്യാന്റെ അഭിനയ മികവാണ് പടത്തിൽ മൊത്തം. ധ്യാന്റെ കുറേ സെന്റിമെന്റൽ ആയിട്ടുള്ളതും കുറേ സർട്ടനായിട്ട് ഇമോഷൻസ് കണക്ട് ചെയ്തിട്ട് ഇമോഷൻസുമായിട്ടുള്ളതും, ചറവറ വളിപ്പ് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല. ഭയങ്കര സർട്ടലായിട്ടുള്ള കോമഡീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ഉള്ളതെല്ലാം നീറ്റാണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഇതനുസരിച്ചിട്ട് ഇത്രയും വലിയൊരു ക്രൂ കിട്ടിയിട്ട് ഇത് പോരായിരുന്നു എന്ന് ഞാൻ പറയണേ. ഈവൻ ആസിഫ് അലിക്ക് വരെ ഉള്ള റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈൽഡ് റോളുകളാണ്. കല്യാണി പ്രശ്നം മൈൽഡ് റോളാണ്. എല്ലാവർക്കും ചെറിയ റോളുള്ളൂ. നിവിൻ പോളിക്ക് മൈൽഡ് റോളാണ്. കുറേ ചെറിയ റോളുകളുണ്ട്. പക്ഷെ കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ, മലർവാടി പോലത്തെ ഒരു പടം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണ് ബേസിക്കലി. നിവിൻ പോളി ആരാണ്, വിനീത് ശ്രീനിവാസൻ ഫ്രണ്ട്ഷിപ്പാണ് എപ്പോഴും പറയണത്. എപ്പോഴും സ്റ്റോറിയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, അത് തന്നെ. പക്ഷെ ഇത് കുറച്ച് അപ്പൂപ്പന്മാരുടെ ഫ്രണ്ട്ഷിപ്പായി പോയി. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ അങ്ങനെയാണ്. ഭയങ്കര ആന സംഭവങ്ങളൊന്നുമില്ല, ഒരു ഓക്കെ മൂവി. അത് ഹൃദയം അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഓക്കെ മൂവി ആയിട്ട് തുടങ്ങി ഇങ്ങനെ കയറി വന്നാ. പക്ഷെ ഹൃദയത്തിൽ കുറച്ചും കൂടി ലൈഫ് ഉണ്ടായിരുന്നു. ഇതും ലൈഫ് ഉണ്ട്, പടത്തിന് ലൈഫ് ഉണ്ട്, സോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു, കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു.
കുറച്ചൊരു അപ്പന്മാർക്ക് പകരം എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഒന്ന് കണ്ടു നോക്ക് പടം. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എന്ന് പറയാനുണ്ട്. കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു സന്തോഷമുള്ള മൂവിയാണ്, കണ്ടു നോക്ക്.